അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നല്ലൊരു സ്ത്രീയുടെ സൗന്ദര്യം മുഖസൗന്ദര്യത്തിലല്ല, സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ്. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാവാനും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതെ ജീവിക്കാനും പറ്റുന്ന ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ജീവിതം ശ്രദ്ധിക്കുക. മറ്റുള്ളവരും നമ്മളുമായിട്ട് താരതമ്യം ചെയ്യാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും വളർച്ചയിലും ശ്രദ്ധിക്കുക. രണ്ടാമത്തത് അറിവ് നേടുക. മതത്തിലും പഠനത്തിലും ശ്രദ്ധിക്കുക. അറിവുള്ള സ്ത്രീകൾക്ക് സ്വാഭാവികമായ ആത്മവിശ്വാസവും നല്ല പേഴ്സണാലിറ്റിയും വരും. മൂന്നാമത്തത് മതപരമായ സമീപനം. ഖുർആൻ, ഹദീസ് പഠിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത് ഇസ്ലാമിൽ വലിയ പാപമാണെന്ന് മനസ്സിലാക്കുക. 4. ദുആ ഇസ്തിഗ്ഫാർ. റബ്ബിനോട് ദുആ ചെയ്യുക. നാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി തരണേ എന്നും ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ എന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. 5. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. നല്ലത് മാത്രം ചിന്തിക്കാൻ പരിശീലിക്കുക. 6. എമ്പതി. മറ്റുള്ളവരോട് കരുണയുള്ളവരാവുക. 7. സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. പറയേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അനാവശ്യമായ സംസാരങ്ങൾ കുറയ്ക്കുക. 8. ദിവസവും ആത്മപരിശോധന നടത്തുക. ഇന്ന് ഞാൻ വിചാരിച്ച കാര്യം കൃത്യമായി ചെയ്യാൻ എനിക്ക് സാധിച്ചോ എന്ന്. 9. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. 10. സെൽഫ് കെയർ. നമ്മുടെ ആരോഗ്യവും മനസ്സും സംരക്ഷിക്കുക. നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നെടുന്തൂണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ശീലങ്ങളാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. അതിൽ ടിപ്പ് നമ്പർ 1, പുലർച്ചെ ദുആയും സൂറത്ത് ഇഖ്ലാസ്, ഫലക്ക്, നാസ് എന്നിവ ചൊല്ലി നല്ല മനസ്സോടെ തുടങ്ങാൻ നിയ്യത്ത് വയ്ക്കുക. 2. ഇന്ന് നന്ദി പറയേണ്ട 3 കാര്യങ്ങൾ എഴുതുക. 3. മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ തോന്നിയാൽ വായടയ്ക്കാൻ പരിശ്രമിക്കുക. ഇത് റബ്ബിന് ഇഷ്ടമാകുമോ എന്ന് സ്വയം ചോദിക്കുക. 4. ദിവസവും 10 മിനിറ്റ് ഖുർആനോ ഹദീസോ പഠനം നടത്തുക. 5. ഉറങ്ങുന്നതിന് മുൻപ് ഇന്ന് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചു എന്ന് സ്വയം ചോദിക്കുക. 6. സിമ്പിൾ സ്മൈൽ ആൻഡ് പോസിറ്റിവിറ്റി. ഓരോരുത്തരോടും നല്ല രീതിയിൽ പെരുമാറാൻ ശ്രദ്ധിക്കുക. 7. സ്വന്തം വളർച്ചയിൽ കോൺഫിഡൻ്റ് ആവുക. ദിവസവും കുറഞ്ഞത് ഒരു പുതിയ അറിവെങ്കിലും മതപരമായോ മറ്റോ അത് പഠിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോഴാണ് വലിയ മാറ്റം വരുന്നത്. ഇത് ജീവിതത്തിൽ പകർത്തുക. നല്ല ഒരു ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.